RCBയുടെയും വിരാട് കോഹ്ലിയുടെയും IPL കിരീടത്തിനായിട്ടുള്ള കാത്തിരിപ്പ് ഇന്ന് അവസാനിച്ചു. അഹമ്മദാബാദിൽ നടന്ന ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിനാണ് RCB പരാജയപ്പെടുത്തിയത്. പ്രഥമ IPL കിരീടം അവർ സ്വന്തമാക്കി. ഇന്ന് RCB ഉയർത്തിയ 191 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് ആകട്ടെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അത്ര നല്ല തുടക്കമല്ല പഞ്ചാബിന് ചേസിംഗിൽ ലഭിച്ചത്. അവർക്ക് തുടക്കത്തിൽ തന്നെ 19 പന്തിൽ 24 റൺസ് എടുത്ത പ്രിയാൻ സാരിയെ നഷ്ടമായി. സാൾട്ടിന്റെ ബൗണ്ടറി ലൈനിലെ തകർപ്പൻ ക്യാച്ചായിരുന്നു ഈ വിക്കറ്റ് എടുത്തത്. പിന്നീട് പ്രഭ്സിമ്രാൻ സിംഗ് 26 റൺസ് നേടിയെങ്കിലും ബൗണ്ടറി നേടാൻ പ്രയാസപ്പെടുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 1 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. അയ്യർ പുറത്തായതോടെ പഞ്ചാബിന്റെ പ്രതീക്ഷകൾ ഏകദേശം തകർന്ന മട്ടായിരുന്നു. എന്നാൽ പിന്നീട് പൊരുതിയ ഇംഗ്ലീഷ് ആകട്ടെ 23 പന്തിൽ 39 റൺസ് എടുത്തും പുറത്തായി. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയ കൃണാൽ പാണ്ഡ്യയാണ് കളി RCBക്ക് അനുകൂലമാക്കി മാറ്റിയത്. 18 പന്തിൽ 15 റൺസ് മാത്രം നേടിയ നവാഹ് വധേരയ്ക്ക് ഇത് മറക്കാനാവുന്ന മത്സരമായി. അവസാനം ശശാങ്ക് ആഞ്ഞു ശ്രമിച്ചെങ്കിലും വിജയം അകലെ എത്തിയിരുന്നു. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത RCB 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസാണ് എടുത്തത്. അവസാനം ജിതേഷ് ശർമ്മയും ലിവിങ്സ്റ്റണും ഷെപ്പേർഡും നടത്തിയ വെടിക്കെട്ടാണ് RCBക്ക് മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. തുടക്കത്തിൽ തന്നെ അറ്റാക്കിംഗ് കളിയായിരുന്നു ഫിൽസാട്ട് ആരംഭിച്ചത്. എന്നാൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ RCBക്ക് നഷ്ടമായി. 9 പന്തിൽ 16 റൺസാണ് അദ്ദേഹം എടുത്തത്. ജാവിൻസനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇതിനുശേഷം റൺ റേറ്റ് ഉയർത്താൻ RCB പ്രയാസപ്പെടുകയായിരുന്നു. പിന്നീട് മയാങ്ക് അഗർവാൾ 18 പന്തിൽ 24 റൺസ് എടുത്തും ക്യാപ്റ്റൻ രജത് പാട്ടിദാർ 16 പന്തിൽ 26 റൺസ് എടുത്തും നല്ല തുടക്കം മുതലെടുക്കാൻ കഴിയാതെ പുറത്തായി. 35 പന്തിൽ 43 റൺസ് എടുത്ത കോഹ്ലി ബൗണ്ടറി കണ്ടെത്താൻ പ്രയാസപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ജിതേഷ് ശർമ്മയും ലിവിങ്സ്റ്റണും ചേർന്നതോടെ സ്കോറിംഗിന് വേഗത കൂടി. ലിവിങ്സ്റ്റൺ 15 പന്തിൽ 25 റൺസും ജിതേഷ് ആകട്ടെ 10 പന്തിൽ 24 റൺസുമാണ് അടിച്ചത്. 2 സിക്സും 2 ഫോറും താരം അടിച്ചു. ഷെപ്പേർഡ് ആകട്ടെ 8 പന്തിൽ 17 റൺസുമാണ് അടിച്ചുകൂട്ടിയത്. RCBയുടെ ആദ്യ കിരീടം ആഘോഷിക്കുകയാണ് ഇപ്പോൾ ആരാധകർ.